ഉറങ്ങിപ്പോയോ? ശാമ്പു വീണിട്ടില്ല. നാരായണിക്കില്ല, ശാംഭവിക്കുണ്ട്. കാഞ്ഞിരപ്പള്ളി താലൂക്കിനൊന്നും പഠിത്തമില്ല. ശാംഭവി ചങ്ങനാശ്ശേരി താലൂക്കല്ലേ? ചോദിച്ചെന്നേ, അതുകൊണ്ടല്ലേ ഇന്നലെ അവധി പ്രഖ്യാപിച്ചായിരുന്നു. നാരായണിക്കില്ല. ശാംഭവി കാഞ്ഞിരപ്പള്ളി അല്ല, നാരായണി കാഞ്ഞിരപ്പള്ളി താലൂക്കാണ്. കാഞ്ഞിരപ്പള്ളി താലൂക്കിനും കോട്ടയത്തിനും മീനച്ചിൽ ഒന്നും പഠിത്തമില്ല. മീനച്ചിൽ താലൂക്കിന് എന്നാടാ നിൽക്കുക, ഇപ്പം അഴിച്ചു വിടും. പിന്നെ ശാംഭവി ചങ്ങനാശ്ശേരി താലൂക്ക്. അപ്പം നമുക്ക് പഠിത്തമുണ്ട്. സ്നാക്സ് ബോക്സ് ഉണ്ടമ്മേ. എന്നാണ് ഇവിടെ കിടന്നത്? ഇവിടെ എന്നാ ഭരണിപ്പാട്ട്, പൂരപ്പാട്ട്, എന്നാ സംഭവം? എന്താ പ്രശ്നം? എന്താ കൊച്ചിന്റെ മുടി കെട്ടിയില്ല? എങ്ങനെയാ സിസ്റ്റർ പറഞ്ഞ മുടി കെട്ടണമെന്ന്? മുടി കിടന്ന സിസ്റ്റർ പറഞ്ഞു. നീ ആദ്യം മുടി എന്നാ വേണ്ട, ഒരു കാഴ്ച ഇവിടെ കണ്ണൊക്കെ എഴുതുന്ന. ഈ കരഞ്ഞോണ്ടിരിക്കുമ്പോ എങ്ങനെയാ കണ്ണെഴുതുന്നേ? One or more devices aren't available. You might want to try setting them up again. Shambhavi goes to school. സ്കൂളിൽ പോകാൻ ക്ലാസ് ഉണ്ടോ? ഇല്ല. പോസ്റ്റ് ശാംഭവി പോസ്റ്റ്. അയ്യോ എനിക്ക് വയ്യ. കോളർ വെളിയിടണം. കോളർ വെളിയിടാൻ ഇട്ടോട്ടെ. പഠിത്തമില്ലാത്തതിന്റെ ജാട. മൂക്കൊക്കെ ഉണ്ട്, ഇനിയുണ്ട്. മൂക്കൊക്കെ തുടച്ച് പൗഡറൊക്കെ ഇട്ട് സുന്ദരിയാവണം. എന്നതാടി കുഞ്ഞെ പതിയെ? മമ്മിക്ക് എന്നാ അടി ശാമളമ്മേ? മമ്മിക്ക് എന്നാ ശാമളമ്മേ? ഇടി അമ്മച്ചി അമ്മച്ചി എന്നാ അടി? അതിനകത്ത് ഒന്നുമില്ലല്ലോ. മിനിയമ്മേനടുത്തോ? സ്കൂളിൽ പോണ്ടേ? നേരെ ഇട്ട് കൊടുക്കാവോ? അല്ല പന്നപ്പെണ്ണ സുന്ദരിയേ താത്താ ബാ ഉരുമ്പത്തേക്ക് ശ്യാമമ്മയ്ക്ക്. ശ്യാമള പോവാണേ. അമ്മച്ചി തന്നില്ലല്ലോ. എന്തിനാ നമുക്ക് വരിക്ക് വരാ വരിക്കുന്നു. വാ നല്ല ചെമ്മയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങി തുറക്കാം. അയ്യോ ഒന്നും ആയില്ല, അത്രയ്ക്കൊന്നും ആയില്ല. എന്നെ പറ്റോ? വാ എന്നാ അമ്മ വരാം. ഇതുകൊണ്ട് ഇതാരാ നോക്കി, ഇതാരാ നോക്കി, ഇതാരാ നോക്കി, ഇതാരാ നോക്ക്. എന്നാ പണിയാ കാണിക്കുന്നത് സിംബ? തരാവേ. അപ്പ വരാതെയാണോ പോകുന്നത്? അവിടെ തന്നെ കഴിഞ്ഞ ദിവസം തെന്നിയത് നീ മോൻ കണ്ടായിരുന്നോ? കണ്ടായിരുന്നല്ല, അനുഭവിച്ചായിരുന്നോ? തന്നെ നല്ല സുഖമല്ലായിരുന്നോ? ആ അപ്പൊ അപ്പടെ കൈ പിടിച്ചു പോകണ്ടേ? അപ്പടെ കൈ പിടിച്ചു പോയിട്ടാണ് വീണത്. അവിടെ നിൽക്ക. എന്തേ ശമ്പളമ്മയ്ക്ക് ഒരു കുട കൊടുത്തു വിടാൻ പറ്റായിരുന്നു. ആ വല പട്ടി വലുതാക്കി കേട്ടോ. ഇത് കണ്ടോ തലയിട്ട്? അതെ കണ്ടോ തലയിടുന്നേ? കൊടുക്കാം, നിൽക്കാം. ഇപ്പൊ പോകാൻ നോക്ക്. വൈകിട്ടാ
വൈകിട്ട് നമുക്ക് കാണാം. ടാറ്റാ ടാറ്റാ. അവിടെ മിനിച്ചിച്ചോട് വർത്താനം പറയാതെ പോകത്തില്ലെന്നാണ് പറഞ്ഞത്. മിനിയമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ടില്ല പോയത്. മിനിയമ്മയുടെ അടുത്ത് നല്ലതമ്മയന്തി കഥയിലെ അരയന്നം പോലെ കുണിഞ്ഞ് കുണിഞ്ഞ്. ഞാൻ അടച്ചോളാം എൻ്റെ ദേവി. പക്ഷെ കിട്ടും, അമ്മ നടക്കണ്ട, ഇനി വന്നാൽ മതി. ഇതെന്നാ എന്നാക്കിയാ നടക്കുന്നത്? പറ ഏത് വാല ആ എന്നാ വിഷയം എന്നാ? നീ എന്നാ തലമുടി കെട്ടാഞ്ഞ? ടീച്ചർ എന്നാ സിസ്റ്റർ പറഞ്ഞല്ലോ മുടി കെട്ടിക്കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞല്ലോ.
കൊലയാ സത്യം ജാക്കറ്റ് കിട്ടിയിട്ടിരിക്കുന്ന ബസ് എവിടെ? ഒന്നുമില്ല, അമ്മയുണ്ടോ? ഇതാരാ അപ്പ വിളിച്ചതോ? അമ്മ പോവാ പണിക്ക് പോവാ. അശോകൻ അതായത് അപ്പടെ കൂട്ടനാണോ? അതേ പോന്നു. അശോകൻ അത് അവിടെയുള്ള ഇവിടെ താമസിക്കുന്ന. ആ കൈ ഒടിഞ്ഞിരുന്നില്ലേ, പ്ലാസ്റ്റർ ഇട്ടിരുന്നില്ലേ, അതെടുത്ത്. ഒരു മങ്ങലാണല്ലോ, എന്ത് പറ്റി? ബാങ്ങ നാളെ ക്ലാസ്സില്ല, അവള് വന്ന് മേടിച്ചോളൂ. പരിപാടി 6 ബസ്സാണ് നിനക്ക് വേണ്ടേ? ചേച്ചിയുടെ ഷാമ്പൂ ചേച്ചിയാണോ? ആ മതി. അതൊന്നുമില്ല, അതവിടെ ബ്ലീച്ചിങ് പൗഡറോ ഫ്ലോറിനോ എന്തോ ഇട്ടേക്കുന്ന. കസാര ഇരിക്കാൻ സമയമില്ല, ഇപ്പം ബസ് വരികയല്ലേ. ബസ് വരുമ്പം കയറി പോകണ്ട നമുക്ക്. ബേയോ? ആ അതവിടെയാ, അവിടെ നിന്ന് അങ്ങോട്ട് ഇച്ചിരി പോകണം. പാലുകട അല്ലടി, പാല് വീട്. മങ്ങളുണ്ട് കേട്ടോ. എന്നാ മേ എങ്ങനെയുണ്ട് ടാങ്ക്? കുളം നിറഞ്ഞോ? അതിപ്പം പടുത ഇല്ലാതെ നിറഞ്ഞായിരുന്നു, മഴവെള്ളം വീണു. അപ്പം എന്തോ മഴയായിരുന്നു ആലോചിച്ച്. ബാ അതവിടെ ഇങ്ങനെ ഇട്ടേക്കുന്ന അവക്ക്, അവനകത്തല്ല കയറി, അവക്കല്ല അവന്. ബാ ഒരു കഷ്ടമില്ല, അതിന് അവനെ അവിടെ അല്ലല്ലോ നിൽക്കുന്നത്, അവനെ കൂട്ടിനകത്തല്ലേ. ഇടയ്ക്ക് വഴക്കുണ്ടാക്കുമ്പോൾ അവനെ അവിടെ കൊണ്ട് നിർത്തുന്നതല്ലേ. നാരായണി എന്തിയേ? എന്തേ ഉള്ളു? അതാ അവിടെ അല്ല, അതിൻ്റെ കൂട്ടിനകത്താണ് ഇടുന്നേ, പട്ടീനെ കൂട്ടിനകത്താണ് ഇടുന്നേ. എന്നെ ബാക്കി ചപ്പാത്തി വെച്ചുവിടട്ടെ. 7:37 ആയല്ലോ, വരാറായി കാണുമല്ലോ ഇപ്പം ബസ്. പാലിപ്പോ വൈകിട്ട് മേടിക്കാന്ന് പറഞ്ഞല്ലോ. നിനക്ക് ചായ വേണ്ടേ? ഇപ്പം മേടിച്ചോണ്ട് പോയാൽ അവരെല്ലാം ചായ കുടിക്കും, നിനക്ക് കിട്ടത്തില്ല. വൈകിട്ടാകുമ്പോഴത്തേനും നമുക്ക് ചായ പാലും മേടിച്ചോണ്ട് പോയി ചായ വൈകിട്ട്. ഓട്ടോയ്ക്കോ? ഓ ഓട്ടോയ്ക്കൊന്നും പോകണ്ട, നമുക്ക് നടന്നു പോവാം. വീട്ടിൽ പോകുമ്പോഴത്തെ കാര്യം പറഞ്ഞു. ഇന്നലെ ബസ് താമസിക്കണം, സമയമായി. 7:48 7:48 40 വരുന്നതാണല്ലോ. 47:02 ആകുമ്പോൾ വരുന്നത്. 48 ബസ് പോണ ബസ് വരണം. ബസ് വരണമെങ്കിൽ ഷാമ്പൂ വന്നു ബസ് വന്നു. ബസ് നിന്റെ നല്ല രാവിലെ തൊട്ട് ഈ പാട്ട് അങ്ങോട്ട് മനസ്സിലോട്ട് എപ്പോഴും കേറി വരുന്നത്. നളദമയന്തി കറി എങ്ങനെയുണ്ടമ്മേ? എങ്ങനെയുണ്ട് കറി? അങ്ങനെ വേണം, കുറച്ച് കുറുങ്ങും അമ്മേ, പരിപ്പല്ലേ, കുഴപ്പമില്ലല്ലോ. ടേസ്റ്റ് എങ്ങനെയുണ്ട്?
നല്ല ഒരു വടവായിരുന്നു. ഇതേതാ? കഴിഞ്ഞ പരിപാടിയൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം. അങ്ങോട്ടാണോ? ആ ആ എന്നാ നാരായണി പ്രശ്നം പരിപാടി? അപ്പോൾ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഇന്നലെ അമ്പലത്തിൽ ഇട്ട ഡ്രസ്സ് തന്നെ ഊരാതിരുന്നു, അത് തന്നെ ഇട്ടോ നടക്കുന്നേ. അലക്കി കഴിഞ്ഞോ? അറിയത്തില്ലേ? തല നിറച്ച് എണ്ണ തേക്കണം കേട്ടോ. ഇന്നലെ ഷാമ്പു ഇട്ടതല്ലേ? അന്ന് ഷാമ്പു ഇന്നങ്ങ് ഇട്. വീട്ടിൽ ഇരിക്കുമ്പോഴേ ഇടാവുള്ളൂ. പട്ടി കുറച്ചു നേരമായിട്ട് കിടന്ന് കൊര. ഇതപ്പുറത്തെ പട്ടിയാണ്. നമ്മുടെ പട്ടി എന്തിനാണ് ഉരയ്ക്കുന്നത് അതിന് പോലും അറിയത്തില്ല. എന്നാണ് ഇടയ്ക്ക് കിടന്ന് കുരയ്ക്കുന്നുണ്ട്. വല്ല ആൾക്കാരും പോകുമ്പോൾ കുരയ്ക്ക്. അതിനല്ല നിന്നെ വളർത്തുന്നത് അല്ലേ? അല്ലേടാ? നീ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടാ നിന്നെ ഇവിടെ കൊണ്ട് വെക്കുന്നത്. ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കി നിന്നെ കൊണ്ട് അകത്ത് വീണ്ടും നിന്നെ കൂട്ടിക്കൊണ്ടിടും. ഓക്കെ, എല്ലാം മനസ്സിലായി. എന്ന് കളക്ടർ അദ്ദേഹം അവധി കൊടുത്തോ അന്ന് മഴ കാണത്തില്ല. ഇന്നലെ അവധി കൊടുത്ത് പറഞ്ഞപ്പോഴേ എനിക്ക് സമാധാനമായി. കാരണം എന്തായാലും മഴ കാണുകയല്ലോ ഇല്ലെന്ന്. വന്നിട്ട് ഇടുവായിരിക്കും അല്ലേ? ഇട്ട് കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് മതി. അമ്മ എന്തായാലും ഉച്ച കഴിഞ്ഞ് പോയാൽ മതി. അയ്യോന്നോ അടി അവക്ക് മറിഞ്ഞ് കിടക്കുന്നത്. താലി മറിഞ്ഞ് കിടക്കാൻ പാടില്ല കുട്ടിയെ. അങ്ങനെയാണ് ശാസ്ത്രം. ഓ എൻ്റെ ഇപ്പോഴത്തെ കാലത്തൊക്കെ താലിയൊക്കെ ആരിടുന്നു? ചേച്ചി അതിങ്ങനെ തൂക്കണം, എന്നിട്ട് ആ ചൂലെടുത്ത് ഇവിടെ ഇടണം. എന്നിട്ട് ഈ വലിയ ചൂലെടുത്ത് മിറ്റം തൂത്തിട്ട് ഒരുപാട് നാളായില്ലേ? എന്തോ ഇത് നോക്കിക്കേ അമ്മ. അവള് മിറ്റം, ഞാനല്ല അമ്മേ മിറ്റം തൂക്കുന്നത്. അവള് വീട്ടിലിരിക്കുമ്പോഴെങ്കിലും തൂത്ത് സഹായിച്ചൂടെ? എടി ഇതിനാ കളർ പിടിപ്പിക്കാൻ ഞാൻ പറഞ്ഞല്ലേ. ഏത് നീലയോ? എൻ്റെ താലി അങ്ങനത്തെ താലിയല്ലായിരുന്നു. നടുക്ക് വെച്ച് ഒടിഞ്ഞു പോയായിരുന്നു. കുഞ്ഞു താലി. എന്നാ പിന്നെ അത് കൂടെ താലി വേറെ ഉണ്ടായിരുന്നല്ലോ. എന്നാ പിന്നെ അതങ്ങ് എടുത്താൽ പോരായിരുന്നു. നീ അല്ല എടുത്തു. ഞാൻ പറഞ്ഞില്ലേ എന്നാ ഓം വെച്ചിട്ട് ഓമന് കളർ വെപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ. ആ ഞാൻ ചേട്ടനോട് പറയട്ടെ. ഒടിഞ്ഞു പോയി. എന്നെ 1/2 ഗ്രാമിൻ്റെ താലിയായിരുന്നു അത്. ഒടിഞ്ഞു പോയി. കുഞ്ഞു താലി എടുത്ത എനിക്ക്. താലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ചെറുത് അതാണ് താലി. ഇപ്പിടുന്ന ഓരോ അമ്മ ഇതിനെ ചെറുതെന്ന് പറഞ്ഞാൽ ഈ മറ്റേ അരഞ്ഞാണത്തിന് അറ്റത്ത് കിടക്കുന്ന കൂട്ട് ഒരു സംഭവം പണ്ട് ഇങ്ങനെ താലി. എനിക്കതാ ഇഷ്ടം. എനിക്ക് ഇഷ്ടമാണ്. ഇത് മാറിയിട്ട് അത് എടുത്താലോ എന്ന് ആലോചിക്കാം. അത് വേണ്ട. ഇനി ചേട്ടാ കെട്ടിയ താലി അല്ലല്ലോ ഇത്. അല്ല നിന്നോട് ആര് പറഞ്ഞു? അയ്യോ അത് കഴിഞ്ഞ് 2 എണ്ണം മാറി. അതങ്ങനെ മാറിയതിയോ? അത് കഴിഞ്ഞിട്ട് മറ്റേ താലി മാറിയാട്ടെ എനിക്കൊരു ഓർമ്മയില്ല. അയ്യോ എൻ്റെ പൊന്നെ, അമ്മ താലിമാല പോയില്ലേ? താലിമാല ആയിരുന്നപ്പോൾ വലിയ താലിയായിരുന്നു. ഓക്കെ, അപ്പം ചെറിയ മാലയിലോട്ടായപ്പോൾ ആ വലിയ താലി ഇതായത് കൊണ്ട് ഞാൻ ചെറുതാക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ചെറുത് മേടിച്ചു. ഈ പറഞ്ഞ പോലെ മറ്റേത് മേടിച്ചായിരുന്നു അതിൻ്റെ ചെറുത്. അപ്പം നാരായണിക്ക് ഓർമ്മയില്ലടി. എൻ്റെ പഴയ ഫോട്ടോസ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞപ്പോഴേക്കും നിന്റെ കളർ ഉണ്ടായിരുന്നല്ലോ താലിക്ക്. പിന്നെ എൻ്റെ താലിക്ക് ഈ വലിപ്പം തന്നെയായിരുന്നല്ലോ. ഇത് തന്നെ സെയിം. ഇതിനേക്കാൾ ഇച്ചിരി വലുതല്ലായിരുന്നു എൻ്റെ താലി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അത് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സമാധാനക്കേട് വന്നിട്ട് വീണ്ടും ഞാൻ വേറെ എടുത്തതാണ്. അത് കഴിഞ്ഞ് എടുത്തതാണ്. പിന്നെ അന്നത്തെ അത് കഴിഞ്ഞ് അങ്ങനെയോ ഏതോ ഒരു സാഹചര്യത്തിൽ ഇതെടുത്തു.
അത് ഇവളാണോ അവനാണെന്ന് അറിയത്തില്ല. പിന്നെ പാല് കുടിക്കാൻ നേരത്ത് താലിക്കെട്ട് പണിയായിരുന്നു. ഞാനായിരിക്കല കടിച്ച് എൻ്റെ താലി പോയത്. ആ അവനാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവനോട് ഞാൻ വേറെ താലി ഉണ്ടാക്കി തരാൻ പറ മോനോട്. ഞാനായിരിക്കല എനിക്ക് ഉണ്ടാക്കി തന്നല്ലോ. നീ മോനെ ഇതുള്ള അവൻ അത്ര ഇതില്ലായിരുന്നു. നീ അത് പറഞ്ഞു. നിനക്കായിരുന്നു താലിക്കെട്ട് കൊടുക്കാൻ മൊത്തം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചേട്ടനോട് ഈ താലി ഞാൻ തന്നെ മേടിപ്പിച്ചത്. കാര്യം കാശ് കൊടുത്ത് ചേച്ചാനാണല്ലോ. താലി ഒരു സിമ്പിളാണ് മാത്രമേ. താലി വായിക്കാത്ത എപ്പോഴും. ഞാനിപ്പോൾ ഈ താലി മാറിയിട്ട് ഒരു നല്ല ഗ്രീൻ കളറിൻ്റെ കല്ലിൻ്റെ ഇപ്പോഴത്തെ ഒരു ഭാഷയാണ് അതിലിട്ടാൽ ഇപ്പോൾ താലി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആരാ ഇപ്പോൾ വലിയ മാലയൊക്കെ കിട്ടുന്നത്? കറക്റ്റ് എൻ്റെ ഈ മാല. യെസ്, ഇത് മതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ എൻ്റെ താലിമാല ഉണ്ടായിരുന്നു. ഒന്നും വേണ്ട. എൻ്റെ താലിമാല കൂടി വേറൊരാൾക്ക് ഞാൻ ആ മാല കണ്ടിട്ടില്ല. അതാണ് നാരായണൻ പല്ല് തേക്കുന്ന ബ്രഷ് എടുത്ത് നാരായണൻ ക്ലീൻ ചെയ്ത്. അയ്യോ, അത് ഞാൻ കാല് തേക്കുന്നല്ലേ അത്. അവരെയൊന്ന് വിളിക്കട്ടെ എപ്പോഴേ ഏതാണെന്ന് വെച്ചാൽ വണ്ടിയുടെ പോക്ക്. അവനെ വണ്ടി എപ്പോൾ കൊണ്ടുവരാൻ പറ്റുന്നത്? നടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ സാധനം പിള്ളേർക്ക് പഠിത്തം ഉണ്ടെന്ന് പറഞ്ഞ് പിള്ളേരെ വിട്ടേച്ച് അമ്മയും കൂടെ അങ്ങോട്ട് വരുവാണെന്ന് പള്ളിയിൽ ഒന്ന് കയറാമെന്ന് പറഞ്ഞേ. അക്കരപ്പള്ളിയിലോ? അക്കരപ്പള്ളിയിലൊക്കെ കയറിയിട്ട് അവിടെ ഇത് ട്രൈ ക്ലീൻ ചെയ്യാൻ അവിടെ ഇതുണ്ടാവും. അതും കൊടുത്ത് കാഞ്ഞിരപ്പള്ളിയുണ്ട്. കാഞ്ഞിരപ്പള്ളി പറഞ്ഞു തന്നു, ലേജ പറഞ്ഞു തന്നു കട. 3 മുണ്ടക്കത്ത് എനിക്ക് ഇവിടെ നടത്തില്ല. പണ്ടായിരുന്നപ്പോൾ നമുക്ക് തൊട്ട് താഴെ ഉണ്ടായിരുന്നു. അവരങ്ങോട്ടാ മാറി. ആരാണെങ്കിൽ കുഴിക്കാതെ കുഴിക്കാനാണെങ്കിൽ വീട് മൊത്തം കുഴിയാൻ. ഓമനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. അവിടുത്തെ ഓമന ചേച്ചിയെ കാണത്തില്ല, എപ്പോഴും ചേട്ടനല്ലേ പാലെടുത്തിരുന്നേ. കിഴക്കോട്ട് വാവ് കഴിഞ്ഞപ്പോഴത്തേനും വെയിലായി. എത്ര നേരം കാണുമെന്നറിയത്തില്ല. ഞാനവിടെ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അവിടെ എന്തെങ്കിലും വീട് എടുക്കണമെങ്കിൽ നാരായണ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കത്തേ ഉള്ളൂ. താമസിച്ചില്ലായിരുന്നോ? പറയുന്നത് എന്താന്ന് ഉദ്ദേശിച്ചല്ലോ ചേട്ടാ. അപ്പൊ പിന്നെ അതിന് മറുപടി പറഞ്ഞാൽ പോരെ? 10 മിനിറ്റ് താമസിച്ചോ? ചേട്ടാ അവിടെ ചെന്നപ്പോ വണ്ടി വന്നിരുന്നോന്നാ ചോദിച്ചേ. ആ, ഞാൻ ചെന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വണ്ടി വന്നത്. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ അവിടെ പ്രശ്നം തീർന്നു. വണ്ടി താമസിച്ചല്ലേ ഒരു ചിന്ത. ചോദിച്ചാ വണ്ടി വന്നായിരുന്നോ? താമസം വന്നേ അത് പറയാൻ പറ്റുമോ? അതാ പറഞ്ഞ വണ്ടി വന്നില്ല, 10 മിനിറ്റ് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ? താമസിച്ചു പോയി. ഇവിടെ പറഞ്ഞു എടി എത്ര 7:40 അല്ലേ? ഇവിടെ 40 വരുന്ന വണ്ടി 50 37 നിങ്ങളും കൂടെ പറഞ്ഞു വിട്ടപ്പോ 50 ആയപ്പോഴാ വണ്ടി വന്നേ. ഓക്കെ, സമ്മതിച്ചു. ഇന്ന് നേരത്തെ ബസ് വരും അറിയാമോ? ഇന്ന് ഫ്രൈഡേ ആണ്, നേരത്തെ ബസ് വരുവേ. വൈകിട്ട്. പിന്നെ നിന്റെ പട്ടിക്ക് അതിന്റെ പട്ടിയുടെ ചരിത്രം ഞാനിപ്പോ പറഞ്ഞുതരാം. ഇട്ടിട്ടുണ്ടോ നോക്കിക്കേ. ഇതൊക്കെ ഇനി ഒന്ന് ശരിയാക്കി എടുക്കും. എപ്പോൾ വൃത്തിയാക്കി എടുക്കും? മൊത്തം ശരിയാക്കാൻ പോകണോ? സീലിങ് അല്ലല്ല, അത് വെയിലാവട്ടെ ഇച്ചിരി നാരായണ. ഈ മഴയത്ത് എന്തോ ചെയ്യാനാ? കൊട എടുത്തോ? ഞാൻ കൊട അവിടെ വിരിച്ചിട്ടുണ്ട്. ചെരുപ്പത്തേ
അത് തന്നെ വാച്ച് ശരിയാക്കാൻ എന്നെ നേരം നമ്മളെ വാച്ചെടുത്തോ അതല്ലടി എനിക്ക് ദേഷ്യം വന്നെ ഇവിടെ കിടക്കുക ആള് തന്നെ കിടക്കാ. വൃത്താച്ചിക്ക് അമ്മയ്ക്കാണ് ഒട്ടും പോകില്ല. അതെ നാലേണ്ട അത്രയും പോലും പോകുന്നില്ല. അങ്ങനെ പറ. സാരിയൊക്കെ സൂപ്പർ അല്ലേ ശ്യാമമ്മ? ഇനി ഇറക്കാനുണ്ട്. എന്ത് സാരിയാ? ഇന്നലെ ഒരെണ്ണം ഇറക്കി. എന്നും അലക്കുന്നല്ലേ ഇറക്കി അലമാരിക്കകത്തൊന്ന്. ഇനിയുണ്ട്. സാരിയൊക്കെ എനിക്ക് തന്നേക്കാം. ഞാൻ വെളുത്ത് ചുരിദാർ തയ്ച്ചോളാം. ഞാൻ എടുത്തു തരാം. അതെനിക്കറിയത്തില്ലേ. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന സാരി എങ്ങനത്തെയെന്നറിയോ? അറിയത്തില്ല. സാധാ ഈ സാരി പണ്ട് നമ്മുടെ ഈ എന്തുവാ ഈ മേടിച്ച് കഴിഞ്ഞ ദിവസം ഒരു സാരി മേടിച്ചിട്ടാ ഇടാത്തെ മെറൂൺ കളറ്. അത് ഡാഡി ഡാഡി അടി ഞാൻ ഗുളിക മേടിക്കണേ. അല്ലേ ഞാൻ പണ്ട് പഴയ മോഡൽ സാരികളൊക്കെ ഇല്ലേ ഒരുമാതിരി ഒക്കെ വരുന്ന സൈസ് പൂക്കളൊക്കെ ആയിട്ട് അതേ കൂട്ട് സാരി ഇവത്തി വണ്ണം പിന്നെ കൂടിയോടി ഇല്ല. ആ വയറൊക്കെ ഉണ്ടാവും. അമ്മയ്ക്ക് ചുരിദാർ എന്ത് നല്ലതമ്മ. വയറ് പിന്നെ കളയാൻ പറ്റുമോ? കളയണ്ട. ഒരു പിന്നെ കുത്തി വെച്ചാലും മതിയായിരുന്നു. വേണ്ട. പിന്നെ എല്ലാം കൂടെ ചെയ്യാം. ഇന്ന് ഇച്ചിരി മെനക്ക് സാരി കൊടുത്തിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് വരുമ്പോഴാ ഇങ്ങനെയുള്ളത്. ഇവിടുന്ന് പോകുമ്പോഴല്ല തെന്ന് അവിടെ നോക്കി നടക്കണേ. ആ കൊട അതിനകത്തോട്ട് വെക്ക്. ഇതിനെന്തിന്റെ കേടായി? ഞാൻ ചേട്ടാ ഫോൺ എടുത്തോ? പൈസ ഉണ്ടല്ലോ. പൈസ എടുത്തോ? പൈസയുടെ എന്തിയായിരുന്നു? ആ ഇത് പൈസയുടെ മറ്റേ എന്തുവാ പേഴ്സ് എന്തിയേ ഉണ്ടോ അതിനകത്ത്? ആ ഞാൻ അപ്പയോട് പറഞ്ഞു കൊടുക്കൂടാ നീ വലിച്ചു പറിച്ച കാര്യം. വിറയ്ക്കുന്നാണ്. അത് ദേഷ്യം വന്നിട്ട് പറിക്കുന്നതായിരിക്കും. നീ അവിടെ കിടക്ക. നീ അവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയിട്ടല്ലേ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. മറ്റേ അത് എടുത്തായിരുന്നോ? കൊച്ചിനെ എടുത്തു കൊടുത്തേ. ആ അതൊന്നും മറക്കത്തില്ല. നീ അവിടെ ഒന്ന് ഇട്ടേക്കാവോ? അത് തുണി വിരിച്ചിട്ട് അവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. തുണി വിരിച്ചിട്ട് പോന്നാ. എനിക്ക് കൈ ഇങ്ങനെ പൊക്കി ഇടുമ്പത്തെ കൈക്ക് വേദനയാടാ. ഞാൻ അതുകൊണ്ടല്ലേ എനിക്ക് മണ്ടയിലോട്ട് നോക്കുമ്പോ തലവേദന എടുക്കുന്നു. നീ മണ്ട നോക്കണ്ട. നോക്കാതെ വിരിച്ചിട്ടാ മതി. മോനെ പറയുന്ന കേക്കടാ. ഈ കൈ കഴിക്കുന്നുണ്ട്. രണ്ട് കൈക്ക് മസിൽ പെയിനാണ് എനിക്ക്. അതറിയാവോ? പണ്ട് ശാംഭവി കുഞ്ഞായിരുന്നപ്പോൾ ഒരു 3-4 വയസ്സ് വരെ എടുത്തോണ്ടുള്ള നടപ്പായിരുന്നു എനിക്ക് അന്നേരം തൊട്ട് തുടങ്ങിയതാണ് ഈ രണ്ട് കൈക്കും ഷോൾഡറിൻ്റെ ഭാഗത്തുമൊക്കെ വേദന. ഇത് പറഞ്ഞാൽ അവൾ മനസ്സിലാക്കത്തില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യും. നീ ഒന്ന് വിരിച്ചിട്. ഇതല്ല എന്നെക്കൊണ്ട് കൂട്ടുന്ന സാധനങ്ങളല്ലേ. ഇത് മൊത്തം അലമാരിക്കകത്ത് കൊണ്ട് വെക്കണ്ടേ. ലൈറ്റ് സെറ്റ് ചെയ്ത് നാരായണിക്ക് പോകണ്ടാത്തോണ്ടേ ചോറ് രാവിലെ വെച്ചു. രാവിലെ അല്ല 11:45. എന്നാടി നാരായണി? എന്നാ ഇങ്ങനെ വീശിക്ക് നടക്കുന്നേ? ആ കുറച്ചൊക്കെ എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യണം കേട്ടോ. അത് ഉണങ്ങണ്ട. അത് നീ ഉണക്കണ്ട അതിനെ. അത് പതിയെ കാണുന്ന ഉണങ്ങിക്കോളും കേട്ടോ. പൊന്നോ എന്നൊക്കെയാണോ? അപ്പം താഴോട്ട് പോയിട്ട് കയറി വന്നില്ല ഇതുവരെ. 11:44 പെട്ടെന്നൊരു മഴ. വെയിലും ഉണ്ടായിരുന്നു, മഴയുണ്ട്. മഴയ്ക്ക് അങ്ങോട്ട് പെയ്യാതിരുന്നിട്ട് ഒരുമാതിരി ഒരു വയ്യാഴിക. ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നുണ്ട് അമ്മേ.
കൂണോ? അതിപ്പോൾ എവിടെ നിൽക്കാനാ? ചേട്ടായി കഴിഞ്ഞ ദിവസം എവിടെ കിട്ടിയേ? റിസ്ക്കുള്ള പണിയാണല്ലോ. റിസ്ക്കുള്ള പണിയല്ലേ എന്ന് ഷീറ്റ് ഇടുന്നേ. എന്നാൽ ശരി, ഞാൻ പോട്ടെ. റിസ്ക് ഉണ്ടെന്ന് ഓർത്തോന്നാ. അല്ല, വരുന്നില്ല. അത് അവള് വരുന്നുണ്ട്. ഞാൻ അടുക്കള ഇച്ചിരി പണിയുണ്ട്. ആണോ? ചെരുപ്പ് തന്നെ ഇടാണ് വന്നേ. എന്നെ നല്ലതായിട്ട് പനിക്കുന്നുണ്ട്. എന്നെ രാവിലെ തൊട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. എനിക്കറിയാവുന്ന പനിക്കാനാണ്. ആ മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ വരുന്നുണ്ട്. അക്കരെ നീങ്ങി വരുമോ? അതേ ഞാൻ വരുന്നുണ്ടേ എന്ന് പറഞ്ഞാണ് വരുന്നത്. മാറിക്കുമല്ലായിരുന്നു ഒന്ന്. കാരണം ഇവിടെ പുതിയ പടുതാടെ കീഴെ തുണി വിരിക്കുക. പോസ്റ്റായെന്ന് തോന്നുന്നു. സമയം 2:08 കഞ്ഞി ഒരു കാര്യമില്ല. ഭയങ്കര കാറ്റ്. ഭയങ്കര കാറ്റാണ് കേട്ടോ. അതുണ്ടോ? നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നേ? ഹലോ? ഭയങ്കര കാറ്റാ. പൂവിൻ്റെ കൊണ്ട് കമ്പത്തി വീണോ? ഏതാ ഞാൻ ഒരു സെക്കൻഡേ. അയ്യോ, എന്നാ അത്? നാരായണി, കണ്ടെന്നാ പിന്നെ എടുത്തോണ്ടിരിക്കല്ലേ? എന്റെ അമ്മേ, അയ്യോ, അതെന്നെ കാറ്റാ വന്നേ. കൊച്ചന്തേ? ഭയങ്കര കൊടുങ്കാറ്റ്.
എൻ്റെ അമ്മ ഇങ്ങോട്ട് പറയാനാ കിടക്കുന്നത്. ഇതിന്ന് കെട്ടിയതാ, അതിനെ വലിച്ചടിച്ച് പറിച്ച് ഇപ്പൊ തന്നെ ഇവിടെ തുണിയൊക്കെ പോയി. നാരായണ ചേട്ടാ, ഷീറ്റ് പോയെന്ന് തോന്നുന്നു. ഇതെങ്ങനെ പോണേ? ഒരു രക്ഷയില്ലാത്ത കാറ്റ്. എന്തോ ഇത് കൊച്ചെന്തിയേ? ആ പെങ്കൊച്ച് എന്നാടക്കും ഇവിടെ അറിയുന്നില്ല, ഉറക്കമാണോ? തുണിയെല്ലാം നോക്കി. സാധാ പ്ലാസ്റ്റിക് ആയിരുന്ന പണ്ടടിച്ച് ഇറക്കണം. ലൂസായിപ്പോയി, വലിച്ചു മരിച്ചു. എവിടെയെങ്കിലുമൊക്കെ എന്നാലും അപകടം ഉണ്ടായിട്ടുണ്ട്, ഉറപ്പാണ്. അത് കൂട്ട് കാറ്റായിരുന്നു ഇല്ലേ? ഷീറ്റ് പോയോ? അപ്പാ എന്നാ അത് പോകും. ഭയങ്കര കാറ്റായിരുന്നു. മൊത്തം പോയല്ലേ? ഭയങ്കര കാറ്റായിരുന്നു. ഇത്ര പോയതാ. അത് സാരമില്ല, ഇപ്പം ഒന്നും ചെയ്യാനില്ല. ഓ കാറ്റടിച്ചോണ്ടിരിക്കുക. പിന്നെ ഇത് ഞാൻ ഓർത്ത് മൊത്തം പറഞ്ഞ് അപ്പുറത്ത് പോയെന്ന്. അവക്കൂട്ട് കാറ്റായിരുന്നു. ഇപ്പൊ വീട്ടോ എന്നാ ഞാനാ എടി, ആ ഒരെണ്ണമല്ലേ പോയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് മൊത്തം പോണ്ട. എന്നാ കാറ്റായിരുന്നു അറിയോ? ഞാൻ ഓർത്ത് എന്നൊക്കെ സംഭവിച്ചതെന്ന് അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞാലേ അടുത്തുള്ളൂ. ഭയങ്കര കാറ്റായിരുന്നു. ഇന്ന് വരെ ഇവിടെ ഇതുപോലെ കാറ്റുണ്ടായിട്ടില്ല. എന്തൊക്കെ തെളിച്ചം വന്നല്ലോ. ആണോ? ഇതെല്ലാം പറഞ്ഞു തന്നോ? ഇതൊക്കെ സ്വാഭാവികം. കാരണം അവക്കൂട്ട് കാറ്റടിക്കുക. ഇതിനകത്തൊക്കെ പറയാം. പിന്നെ വെള്ളമെല്ലാം അടിച്ചു കയറ്റി. ഇതാണ് അവസ്ഥ. ഇതൊക്കെ എന്താ പോകാനോ ഭാഗ്യം. ചീത്ത കുറവാണ്. ആ കടുവ പിടിച്ചുപോകും.
എന്തുകൊണ്ട് ഇവിടെയൊക്കെ എവിടെ നിന്ന് വന്ന് നിർത്തില്ല ഈ ചപ്പൊക്കെ. ഇതൊക്കെ ഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ടതാണ്. നോക്കി മരം പോയാൽ പോക്ക് ഈ മരം വീടുന്ന് കിട്ടിയില്ല. ഞാൻ ഇവിടെ നിൽപ്പുണ്ടോ നേരം പഞ്ഞിയാ. ഇതൊന്നും ഞാൻ കണ്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. ഇതാണ് മരം വാങ്ങിക്കുന്നത്. ഞാൻ ഓർത്ത് ഏതാ വലിയ മരമാണ്. അവിടെ ഒന്നും മരമൊന്നും വീണിട്ടില്ലായിരുന്നോ? അവിടെ ഒന്നും മരം വീണില്ലേ? ഇവിടെ ഒന്നും ഭാഗ്യത്തിന് മരം വീണില്ല കേട്ടോ. പക്ഷെ ഇവിടെ നന്നായിട്ട് കാറ്റടിച്ചായിരുന്നു. ശരി, ചുമ്മാ ഞാൻ ഇറങ്ങിയതാ ഇവിടം വരെ. എന്നാ എങ്ങോട്ട് മരം വല്ലതും വീണപ്പോ എവിടെയാ മരം വീണേക്കുന്നത്? നിങ്ങൾക്ക് വീണില്ലേ? നോക്ക്, ഇവിടുന്ന് മരം വീണിട്ടില്ല. ആണോ? ഒരുപാടുണ്ടോ? 35 രൂപ കാണുമായിരിക്കും തോന്നുന്നു. ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ആണോ? ഇവിടെ കണ്ട് വഴിയിലൊന്നും ഇല്ലായിരുന്നല്ലോ. നിങ്ങൾ ഇവിടുന്ന് വരുന്നത്? ഞാൻ കൊണ്ടുപോയിരുന്നു. ഇവിടെ കുഴപ്പമില്ലേ? അവിടെ ഞാൻ ഇവിടം വരെ ഉള്ളു. ഞാൻ ചുമ്മാ ഇറങ്ങി. ഓക്കെ. വാഴയൊക്കെ കിടപ്പുണ്ട്.
ആരെന്ന് നോക്കാം. പഞ്ഞി കാണുന്നില്ല, ഒരു മണ്ണ് മാത്രമേ പൊങ്ങി നിൽക്കും. പഞ്ഞി അവിടെ ഇല്ലെന്ന് പഞ്ഞി മരുതി കിടക്കും. വീടും ഒച്ചയൊന്നും കേട്ടില്ല. ഒച്ചയൊന്നും കേട്ടില്ല. ഇതിനെക്കാട്ടിൽ കമ്പുണ്ട്. തുടങ്ങാൻ പിന്നെ കാര്യമായിട്ടുള്ള പ്രശ്നമില്ല. കാറ്റെങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ സൂപ്പർ കാറ്റായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ആ ചെറിയാഞ്ചാണ്ടിൻ്റെ ഒരു പഞ്ഞി മാത്രമേ ഒടിഞ്ഞ് കണ്ടുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്നേ വരെ കണ്ടിട്ടില്ല അതുപോലെ കാറ്റ്. അതുപോലത്തെ കാറ്റായിരുന്നു. അവക്കില്ലായിരുന്നു, ചെറുതിനുണ്ട്. അവൾ ഇപ്പം വരും. ഞാൻ കയറി പോവല്ല, ഞാൻ മേടിച്ചിട്ട് ഇവിടെ നിൽക്കാനാ. ഇപ്പം വരും. 5:30 അരമണിക്കൂർ ഇവിടെ വരും. കുടയില്ല. ഓ കോട്ടുണ്ട്. അവള് മഴ പെയ്യുവാണ്. അല്ല അവക്കുള്ളതുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയും കയറി പോകും. എല്ലാവരും കാറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെയൊക്കെ പടുത എല്ലാം കെട്ടിരുന്നതെല്ലാം പഠിച്ച് പറിച്ച്. ഇവിടെ കണ്ടിട്ട് പ്ലാവൊക്കെ വന്നിട്ട് പ്ലാവിൻ്റെ കമ്പ. എന്നാലും അവിടെ എല്ലാം നനഞ്ഞേക്കുമായിരുന്നു. അതെല്ലാം ഇപ്പോൾ തുടച്ച് ഒരു വിധത്തിൽ ശരിയാക്കിയിട്ടുണ്ട്. ഷീറ്റങ്ങ് പോയി. അവിടെ എല്ലാം ഇതെല്ലാം നനഞ്ഞ്. നമ്മുടെ പുതിയ അലമാരി. ആരാണിക്ക് തണുക്കുന്നു പോലും. പാവ എൻ്റെ കൊച്ചിപ്പതേ ബസ് വരും, അറിയാവോ? ചോദിച്ചു കഴിഞ്ഞത് ഞാനെപ്പോ ഒരു കാര്യമുണ്ട്. ഇത്രയും നേരം ഞാൻ മഴ നനയുമായിരുന്നു. ഇപ്പൊ വിളിച്ചായിരുന്നു കൊച്ചിൻ്റെ ആൻറ്റി ബസ്സിൽ നിന്ന്. സ്കൂൾ ബസ് വരാറായി. പിന്നെ അവിടേക്ക് മരം അത് കഴിഞ്ഞിട്ട് ഒടിഞ്ഞു വീണിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല. ഇല്ലായിരിക്കണം. എനിക്കിപ്പോൾ ഒരു ശാന്തത. നേരത്തെ എന്തായിരുന്നു എൻ്റെ ദൈവമേ, ആലോചിക്കാൻ വയ്യ. അതുപോലത്തെ കാറ്റായിരുന്നു, അതുപോലെ കാറ്റ്. ഇനി അതുപോലെ ഇറങ്ങുമ്പോൾ താങ്ങാൻ പറ്റത്തില്ല. എന്തൊക്കെ ഇവിടുന്ന് ഷീറ്റൊക്കെ വെള്ളിയിൽ കൂടെ ഒക്കെ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. പടുത പുതിയതായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അത് എന്താവുമെന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി ഒരു കാറ്റ് വരത്തില്ലായിരിക്കും. ഇവിടെ എല്ലാം വെള്ളമായി. ഫുള്ള് ഇവിടെ എല്ലാം നനഞ്ഞ് ഇവിടെയൊക്കെ. എന്താ പൊന്നോ, ഇതെങ്ങനെ തൂത്ത് വൃത്തിയാക്കും. ഇവിടെയൊക്കെ ആകപ്പാടെ മൊത്തം അലമ്പാക്കിയല്ലോ കാറ്റ്. എൻ്റെ ഭഗവാൻ, കണ്ടോ അവിടെ എല്ലാം. എന്താണ് അവിടെ എന്തോ സംഭവം കുറഞ്ഞ പോലെ ഉണ്ടല്ലോ. എന്തൊക്കെയോ താഴെ വീണിട്ടുണ്ട്. ആ ഷീറ്റ്, ആ പടുത അതിട്ട് ഞങ്ങളിങ്ങോട്ട് മാറിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം ചെയ്തിട്ട് ചേട്ടൻ ഇങ്ങോട്ട് കുളിക്കാൻ വേണ്ടി വരികയും ഞാനും ഇങ്ങോട്ട് പോരുന്ന സമയം കൊണ്ട് എൻ്റെ ഭഗവാനെ അത് ഈ പരുവായിരുന്നു. ആരെയാ? നീ എടുത്തോ, നീ എടുക്ക. ഞാൻ ഇപ്പൊ തിരക്കില്ല. എടുക്കുന്നേ. എന്നാ എന്താ പറയാൻ വന്നേ? അപ്പോൾ ഒന്നും പറ്റിയൊന്നുമില്ല. അത് ചേട്ടൻ ചെന്നില്ലായിരുന്നെങ്കിൽ മഴ വന്നപ്പോഴേക്കും വെള്ളം വീഴുന്ന ഇത് നോക്കാൻ വേണ്ടി, എങ്ങനെ വീഴുന്ന അറിയാൻ വേണ്ടി ഉള്ളി ഓടി വന്ന സമയം കൊണ്ട് ആ സമയത്ത് അവിടെ കീറിയായിരുന്നു പറഞ്ഞു. കണ്ടില്ലായിരുന്നെങ്കിൽ മൊത്തം കീറിപ്പോയാൻ എന്ന് ഇട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. ഇട്ടിട്ട് ഇങ്ങോട്ട് മാറിയതേ ഉള്ളായിരുന്നു. അപ്പോഴാണ് ആ പെരുങ്കാറ്റ് വന്നത്.
ഇനിയിപ്പം കാറ്റില്ല, വരില്ല എന്ന് വിശ്വസിക്കാം. എടുത്തുകൂടെ നിനക്ക്? എടുക്കുന്നേ, എടുക്കൂ നീ. വിളിക്ക്, തിരിച്ചു വിളിച്ച് എന്താടാന്ന് ചോദിക്ക്. അയ്യോ, ഇതാ മറ്റേ പഞ്ഞിയല്ലേ? പഞ്ഞിമരമാണോ? അല്ലല്ലേ? അല്ല, പെട്ടി. എടി മൂടോടെ ഇപ്പൊ പിഴുതു പോയത് അങ്ങോട്ട്. പെട്ടിയതാണെന്നോ? അത് ഞാനിപ്പോഴാണ് കാണുന്ന കേട്ടോ. അയ്യോ, ആ കാറ്റത്ത് എന്നാ കേൾക്കാനാ? എങ്ങനെ കേൾക്കുമെന്നൊന്ന് പറഞ്ഞു തരുമോ? എനിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും പോയിട്ടുണ്ടോ? അവിടെ എനിക്ക് അവിടെ എന്തൊക്കെയോ വീണിട്ടുണ്ട്. ഇത് തന്നെ അത് അല്ലേ? കൊച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതോ ഇവിടുത്തെ പട്ടി കുറച്ചും കൊണ്ട് അവിടുത്തെ പട്ടി ഒരു കമ്പനിക്ക് വേണ്ടി കുറച്ചാണോന്നും പറയാൻ പറ്റില്ല. കൊച്ചു വരുന്നുണ്ടോ നോക്കട്ടെ. ഇല്ല, വരുന്നില്ല. പാല് ഞാൻ മേടിച്ചു. പാല് മേടിച്ചു. എന്നാ പാല് മേടിച്ചടി? ഞാൻ മേടിച്ചു. ഇതേ പാല് ഇത് ഉണ്ടോ? ഹായ് ചേച്ചി, എവിടെ പോവാ? ആര്യനന്ദ. സ്ഥലം എവിടെയാ? അറിയത്തില്ലേ? വീട്ടിൽ വന്നല്ലേ? ആ ആ വണ്ടി ഇപ്പോഴേ വരത്തുള്ളൂ. അത് അങ്ങനെ പൊൻകുന്നല്ലേ? ആ ചുറ്റി കറങ്ങി എല്ലായിടത്തും പോയിട്ടേ വരത്തുള്ളൂ. വേണ്ടറി പെട്ടെന്ന് ഇറങ്ങി വരുമോ? ആ പോവാ. നീ കളിക്കും, മോൻ കളിച്ചോ. വിശന്ന് വരുമായിരിക്കും അല്ലേ? ഓ അങ്ങനൊന്നുമില്ല. വേണ്ട വേണ്ട, ഇപ്പം തന്നെ പോയി പാല് മേടിച്ചോണ്ടാ പോകുന്നത്. ഇപ്പം അവിടെ ചെന്ന് ചായ ഇട്ടുള്ളൂ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇച്ചിരി നേരത്തെയാ, അല്ല കുറച്ചുകൂടെ കഴിയും. പോണ്ടേ? പോവാ. എന്നാ നീ ഞാൻ പോകട്ടെ, നീ വരുന്നോ? വീട്ടിലെ അമ്മ തരത്തില്ലേ? രാവിലെ മോന് സ്കൂളിൽ പോകുമ്പോ കാപ്പി പിടിക്കത്തില്ലേ? നല്ലതാണോ? ആരാ ഉണ്ടാക്കിയെന്ന്? സാമ്പാറ് നല്ലതാണോ? സാമ്പാറ് ജയമ വെക്കുന്ന പോലെയാണോ?
ജയമേനാണ് ഈ ചപ്പാത്തി വേണ്ട. ഓ വേണ്ട, വേണ്ട. ചപ്പാത്തി കറി തന്നെയാണോ? എന്നാ നീ പറ. ആ കണ്ടുപോയി ഉണ്ടായിരുന്ന ഇപ്പം വന്നതല്ലേ ഉള്ളൂ. ഇപ്പം വന്നതല്ലേ ഉള്ളൂ. കണ്ടു പോയേക്കോലായിരുന്നോ? മതിയൊന്നുമില്ല, മൊത്തം കഴിച്ചു ഇനി. ഇത് കഴിച്ചോണേ കേട്ടോ. ആ വീട്ടിൽ പോയി കഴിക്കാം. ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? ഇത് മോനെ ഇതും ചേച്ചിയാ, ഇതും ചേച്ചിയാണ്. സാനിയ. വെള്ളം വേണോ? വെള്ളം തട്ടെ. വെള്ളം കൊടുത്തേ. ഇഡലിയാ. താങ്ക് യു. മോൻ പഠിക്കുവോ? ഇതും കൂടെ പഠിച്ചോളേ കേട്ടോ. മീനമ്മ വാരിത്തരാം. കഴിഞ്ഞ ദിവസം പോയപ്പം വരാന്ന് പറഞ്ഞിട്ടില്ലേ പോയേ? പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴേ പറഞ്ഞു അന്ന് പഠിത്തമില്ലല്ലോ പോണോന്ന്. ആ ഇങ്ങോട്ട് ഇന്ന് രാവിലെ പറഞ്ഞ്. എന്നിട്ട് ഇവിടെ നോക്കി ആരും കണ്ടില്ല രാവിലെ. ഇഡ്ഡലി തീർന്നു. ഇനി ചപ്പാത്തി തന്നെ വീട്ടിൽ പോയി. വേണ്ടതേ വേണ്ട. എന്നായാലും വന്നതല്ലേ വീട്ടിൽ. എവിടെ ഇരുന്നു? മതിയോ? പോണ്ടേ? എന്നാ ഞാൻ പോക്കോട്ടെ. നീ ഇവിടെ ഒന്ന്, ഞാൻ പോവാ. കാണുമോ? ഏത്? അത് കുഞ്ഞോവയുടെ. എവിടെ പോവാ? വേണ്ട വേണ്ട വേണ്ട. അങ്ങോട്ട് വേണ്ട. ഇഷ്ടപ്പെട്ടോ? ആ പാത്രം. ഇഷ്ടപ്പെട്ടോ? ചേച്ചിയുടെ റൂം. ഇതുകൂടെ കളിച്ചിട്ട് പൊക്കോ കേട്ടോ. ഇതുകൂടെ കളിച്ചിട്ട് പോണേ വീട്ടിൽ. നല്ലാണോ സാമ്പാർ? അമ്മയാ ഉണ്ടാക്കിയ. സാമ്പാർ എങ്ങനെയുണ്ട്? നല്ലാണോ സാമ്പാർ? വീട്ടിൽ പോകണ്ടേ? ഇവിടെ എന്നാ മതിയോ? ഞാൻ പോക്കട്ടെ എന്നാ. അപ്പൊ പോട്ടെ. ആ വെള്ളം തരാം. ഇവിടെ ആ ക്ലാസ്സിലെ കുപ്പി ക്ലാസ്സിലെ വെള്ളം ഉണ്ടായിരുന്നു. ഇതും കൂടെ കളിച്ച് പ്രാർത്ഥിച്ചു. മുരുകന സൂപ്പറായി. മോള് പ്രാർത്ഥിക്കുവോ വീട്ടിൽ? ആ വിളക്ക്. ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നത്.
വായിക്കണല്ലോ വാ. ഇരുന്നോ. ഇന്നാ, വെള്ളം കുടിക്ക്, ഇച്ചിരി കുടിക്ക്. മതിയോ? ഇച്ചിരി കുടിക്ക്. ചേച്ചി ഇതേ. പോവാം ബാ മതി ബാ പോവാം വാടി. നീ പോയിട്ട് നാളെ വരണേ കേട്ടോ. എന്നാലേ ഉള്ളു അപ്പ കൊണ്ടുവരുന്നേ, അല്ല കൊണ്ടുവരത്തില്ല. പോട്ടെ. ആ പോട്ടോ. ആ സാനിയ ഓർമ്മയൊക്കെ ഉണ്ട്. പത്ത് ഇറങ്ങണേ. ടാറ്റാ ബൈ. കാണാഞ്ഞിട്ട് വിളിക്കുന്നതാന്ന് തോന്നുന്നു. ടാറ്റാ. നമസ്തേ. ഇന്നെ പഠിച്ചു വാ. വാ പോവാം. വാ. അങ്ങോട്ട് പോകണ്ട. ഇന്ന് എന്ന് വീട്ടിൽ ചെല്ലാനാ ഇനി. അപ്പം അവിടെ കയറി ആ വേണ്ട വീട് ഞാൻ പറട്ടെ. വേണ്ട ഞാൻ വരാം. വേണ്ട വേണ്ട വേണ്ട. ആ ഇനി നിന്നെ ശരി. വാ ചേച്ചി. വാ. അവനിടാൻ പാറ. ഇടാൻ പാറ. പോലെ. വേണ്ട എനിക്ക് അവിടെ പോണം. വേണ്ട വേണ്ട. കയറി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എങ്ങും ഇറങ്ങിയാലാ. ഞാൻ വിളിച്ചിട്ട് എങ്ങോട്ട് പോകണം? ഓ ഇനി നിന്നെ എങ്ങും കൊണ്ടുവന്നില്ല. നീ വഴക്കല്ലേ വഴക്കല്ലേ. ഹായ്. എവിടെ പോവാ? ഇഡ്ഡലിയും ദോശയൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് നീ പോകുന്നതെന്ന് ഓർക്കണം. എന്നിട്ട് നീ പിന്നെ അടുത്തടുത്തും പോയി കയറണം നിനക്കല്ലേ. വേണ്ട. ഇന്ന് വീട്ടിൽ പോകണ്ടേ അപ്പം? അതെവിടെയാ? പോവാൻ നോക്ക്. സ്ഥലം ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു, നീ അറിഞ്ഞോ? എവിടെ? മുണ്ടക്കയത്ത് മരമൊക്കെ മറിഞ്ഞ് വീണ് കാറ്റൊക്കെ ആയിരുന്നു. ഈ സൈഡിലത്തെ ചെടികളൊക്കെ കമന്ന കാറ്റടിച്ചിട്ട് മറിഞ്ഞ് വീണ് കിടക്കുന്നു. എന്നാ കാറ്റായിരുന്നു. വലിയ മരങ്ങളൊന്നും. എന്നാ ഓടി വെള്ളത്തിൽ കളിക്കാതെ. ഓ ചേച്ചി എന്തിനാണ് ചേച്ചി? ഇത്ര നേരം നിനക്ക് അവിടെ ഇരുന്നപ്പോൾ ചേച്ചിയെ കാണണ്ടായിരുന്നല്ലോ. പോരുന്നില്ലെന്നും പറഞ്ഞിരിക്കുമല്ലായിരുന്നു. ആ ഉണ്ടല്ലോ. അമ്മ എന്തിയേ? വേണ്ട പൊക്കെ പോഴേടി. കൊടുക്കോ? എടി പോടി. കഴിച്ചോ? ഞാൻ മക്കളെന്തേ കോട്ടെ ചായ കുടിക്കുന്നു. കൊച്ചുണ്ടോ? കൊച്ചില്ലെന്ന്. ആ എനിക്ക് ഉറങ്ങുമായിരിക്കും. എന്തി അറിയില്ല. കൊച്ചുറങ്ങുവല്ലേ? ആയിരിക്കും. തുടങ്ങിയല്ലേ? വിശക്കാനൊന്നുമില്ല. താഴെ നിന്നൊക്കെ ഓരോ വീട്ടിൽ കയറി ഓരോന്നൊക്കെ കഴിച്ചിട്ടൊക്കെ ആയിരുന്നു. ഞാൻ പറട്ടെ. എന്നാ കഴിച്ചെന്ന്? എന്നാ കഴിച്ചേ?
എന്നാ കഴിച്ചാന്ന് ചോദിച്ചു. എന്നാ പോക്കെ, എന്നാ വേണ്ട, പോക്കെ പോക്കെ പോക്കെ. ഞാൻ വന്നിട്ടുണ്ട്. നീ ഒന്നും വരണ്ട, കറണ്ടില്ല കണ്ടോ, ഇരുട്ടാ. ഇത് ഞാൻ വെറുതെ എനിക്കിപ്പോ പോണം. പോ പോ പോ. കൊച്ചും ഇല്ല, ഒന്നുമില്ല. നീ എല്ലാ വീട്ടിലും കയറാം. നിന്നെ ഇനി നീ തൊട്ട് ഒരിടത്ത് നിന്നെ കയറ്റത്തില്ലേ. നീ എന്നാ ഒരിടത്ത് കയറിക്കോട്ടെ എന്ന് വെച്ചപ്പോൾ നിനക്ക് പിന്നെ എല്ലാ വീട്ടിലും കയറണം അല്ലേ. അതുകൊണ്ട് നിന്നെ ഇനി കയറ്റത്തേ ഇല്ല ഒരിടത്തും. ജയൊക്കെ അവിടെ നോക്കിയൊന്നും മടുത്ത് നിന്ന്. നീ കണ്ടില്ല അവിടെ നിൽക്കുന്നത്? ഇപ്പം വർത്താനം പറഞ്ഞിട്ട് വന്നാ എന്നിട്ടാ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവര് കാഞ്ഞിരപ്പള്ളിയല്ല, ചങ്ങനാശ്ശേരി. നീ ഇപ്പം വർത്താനം പറഞ്ഞല്ലേ, പൊക്കോ. ടാറ്റ കൊടുക്കുന്നില്ലേ? പയ്യെ പോയാൽ മതി. പതുക്കെ വന്നാ മതി, വീഴും. ഞാൻ അവിടെ പോയില്ല. കുളിച്ചോ? ആ കുളിച്ച്. അത് തൂക്കുന്നു. പിടിച്ചേ. പിന്നെ എടുക്കാൻ പറ്റിയ സംഭവം. നേരത്തെ വന്നിട്ട് കാണാൻ ഇവിടെ വരണ്ടേ? ഇവിടെ ഉള്ള വീട്ടിലെല്ലാം കയറി അവിടെ നിന്ന് ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇഡ്ഡലിയൊക്കെ കഴിച്ച് വരുമ്പോൾ ഇരുട്ടാ, ഫുള്ള് ഇരുട്ടാ. ലൈറ്റ് ഓഫ് ചെയ്തോ? അത് ഓഫാ. കറണ്ടും ഇതും പോയോ? ചാർജ് പോയോ? എടി ഓഫ് ചെയ്താണോ അത് ആ ലൈറ്റ്? ഓ വരുമെന്നാ പറയുന്നത്. ആ വന്നിട്ട് പോയല്ലേ. എന്നാടി കഴിച്ചേ? എവിടുന്നാടി കഴിച്ചേ? ഏത് വീട്ടിൽ നിന്ന് അറി? അവിടെ നിന്ന് 2 ഇഡ്ഡലി കഴിച്ചു. എന്നിട്ട് ഇനിയും വേണമെന്ന് പറഞ്ഞു. അവിടെ ഇഡ്ഡലി തീർന്നായിരുന്നു. പിന്നെ ദോശ ഇട്ട് കൊടുത്ത്. എന്നാ പേര്? കഴിച്ചിട്ടൊക്കെയാ വന്നേക്കുന്നല്ലേ. എന്നായിരുന്നു കറി? നല്ലായിരുന്നോ? മുടി കിട്ടിയോ? വേണ്ട, കുളിക്കണം. കുളിക്കണ്ട. പിന്നെ കുളിക്കണം. അത് പഞ്ഞിയാ മറിഞ്ഞു വേണേ. വിറക് എല്ലാവർക്കും കിട്ടിയില്ല. നമുക്ക് വിറക് എടുക്കാൻ നേരം കിട്ടിയില്ല. വിറക് പൂക്കട്ടൊന്ന് മാറണേ, പോടേ. പിന്നെ മഴയാ.
രാവിലെ തൊട്ട് ഓരോ പരിപാടിയും പണികളും അതും ഇതൊക്കെ ആയിരുന്നു. ഒരെണ്ണം കഴിയുമ്പോൾ ഓരോന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് ഭയങ്കര സംഭവ വിപുലമായൊരു ദിവസമായിരുന്നു. ആ പടം എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ ഓർക്കുമ്പോഴാണ് വരുന്നത്. കാരണം കുറേ ദിവസം കൂടി നടന്ന കുറേ കാര്യങ്ങൾ പോലെ തോന്നുന്നത് പെട്ടെന്ന് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എന്തൊക്കെയാണ്